തൃശൂരിൽ കൊടും ചൂട്, താപനില 40 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ പൊട്ടി റോഡ് നടുകെ പിളർന്നു. തൃത്തല പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് വൻ ശബ്ദത്തോടെ തകർന്നത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പിങ്ക് കഫേ കാരവൻ മാറ്റാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിലെ ഉത്തരവ് പാലിച്ചാണ് കളക്ടറുടെ നടപടി. നടത്തറയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ മിനി ലോറി ഇടിച്ച ഒരാൾ മരിച്ചു. മിനി ലോറിയിലെ ക്ലീനർ ജാർഖണ്ഡ് സ്വദേശിയാണ് മരിച്ചത്. അപകടത്തിൽ മിനി ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുത്തൻചിറ പുളിയിലക്കുന്നിൽ 1 വർഷമായി വൈദ്യുതിയില്ലാതെ 5ഓളം കുടുംബങ്ങൾ. ഇനിയും പരിഹാരമുണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി. അടിസ്ഥാന സൗകര്യ വികസനങ്ങളെത്താതെ വിലങ്ങൻകുന്ന് വിനോദസഞ്ചാര കേന്ദ്രം. പോരായ്മകൾ പരിഹരിക്കാൻ അവധിക്കാലത്ത് അധികൃതരുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയരുന്നു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിൽ കൊടും ചൂട്. തൃശൂരിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് തൃശൂർ ജില്ലയിലാണ്. 39 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയത്. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ പൊട്ടി റോഡ് നെടുകെ പിളർന്നു. തൃത്താല പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് ചൊവ്വാഴ്ച രാവിലെ വൻ ശബ്ദത്തോടെ പൊട്ടിയത്. തുടർന്ന് സമീപത്തെ പറമ്പുകളിലേക്കും കാനകളിലേക്കും റോഡിലും വെള്ളം പരന്നൊഴുകി ഗതാഗതം താറുമാറായി. സ്കൂൾ ഓഫീസ് സമയമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. ആഴ്ചകൾക്ക് മുൻപാണ് പെരുമ്പിലാവ് നിലമ്പൂർ പാതയായ റോഡിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം നടന്നത്. 15 മീറ്ററോളം നീളത്തിലും വീതിയിലുമാണ് റോഡ് പിളർന്നിട്ടുള്ളത്. നാട്ടുകാരാണ് വാഹനങ്ങൾ നിയന്ത്രിച്ച് അപകടാവസ്ഥ ഒഴിവാക്കിയത്. ഗതാഗതം പൂർണ്ണമായി താറുമാറായതിനാൽ പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ചാലിശ്ശേരി വഴിയും തൃശൂർ ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കല്ലുംപുറം വഴിയും തിരിച്ചുവിട്ടാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പൈപ്പ് പൊട്ടി അപകടാവസ്ഥയാണെന്ന് ജല അതോറിറ്റിയെയും പോലീസിനെയും നാട്ടുകാർ അറിയിച്ചുവെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് എത്താതിരുന്നതിനാൽ നാട്ടുകാർ ക്ഷുഭിതരായി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പിങ്ക് കഫേ കാരവൻ മാറ്റണമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉത്തരവിട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ 2024 ജനുവരി 16 വിധിന്യായം പാലിച്ചാണ് ഉത്തരവ്. കുന്നംകുളം ഭൂരേഖ തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പൊതുജനങ്ങളുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷിതത്വവും കണക്കിലെടുത്താണ് നടപടി. ഉത്തരവ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തു നിന്നും കാരവൻ മാറ്റുന്നതിന് 5ാം എതിർകക്ഷിയായ എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഉത്തരവായി. പിങ്ക് കഫേ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ മാർച്ച് 19 നടന്ന കൂടിക്കാഴ്ചയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. തുടർന്ന് നിലവിൽ പിങ്ക് കഫേ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം ആരുടെ അധീനതയിലാണെന്നും കഫേ സ്ഥാപിച്ചതുമൂലമുള്ള അപകട സാധ്യത സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കാൻ കുന്നംകുളം ഭൂരേഖ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വില്ലേജ് രേഖകൾ പ്രകാരം പുറമ്പോക്ക് റോഡ് എന്ന് രേഖപ്പെടുത്തിയുള്ള സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ളതാണ്. കഫേക്ക് എതിർവശത്ത് റോഡിനപ്പുറം GLPS എരുമപ്പെട്ടി, GHSS എരുമപ്പെട്ടി എന്നീ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇടവേളകളിലും മറ്റും സ്കൂൾ കുട്ടികൾ ഈ കാരവന് സമീപത്ത് കൂട്ടം ചേർന്ന് നിൽക്കുന്നതായും ആയതിനാൽ അപകട സാധ്യതയുള്ളതായും തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഷങ്ങൾ നീണ്ട വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം മാർച്ച് 8 പിങ്ക് കഫേ പ്രവർത്തനം തുടങ്ങിയത്. അസഹനീയമായ ചൂട് കൂടിയതിനെ തുടർന്ന് കഫേക്ക് മുകളിൽ പന്തൽ പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെയും വിയോജിപ്പുണ്ട്. TCV എരുമപ്പെട്ടി. ദേശീയപാത നടത്തറയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ മിനി ലോറി ഇടിച്ച് ക്ലീനർ മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി 22 വയസ്സുള്ള ജജീവാൻ ബുഹിയാനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 അപകടം.
നാമായ്ക്കലിൽ നിന്നും ആലുവയിലേക്ക് കോഴിമുട്ടയുമായി വന്നിരുന്ന മിനി ലോറി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കണ്ടെയ്നർ ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മിനി ലോറിയിൽ കുടുങ്ങിയ ക്ലീനറെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം കാറിന് പുറകിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്ന കോളേജ് അധ്യാപകർ സഞ്ചരിച്ചിരുന്ന കാറിൽ പുറകിൽ വന്നിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡരികിലെ മരത്തിലും ഇടിച്ചു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. പുത്തൻചിറ പഞ്ചായത്ത് 14-ാം വാർഡ് പുളിയിലക്കുന്നിൽ 1 വർഷമായി 5ഓളം കുടുംബങ്ങൾ ഇരുട്ടിൽ കഴിയുകയാണ്. വൈദ്യുതി ലഭിക്കാൻ ഇനിയും നടപടിയായില്ലെങ്കിൽ ആർക്കും വോട്ടില്ലെന്ന നിലപാടിലാണ് ഈ കുടുംബങ്ങൾ. പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ 8 വീടുകളാണ് പുളിയിലക്കുന്നിലുള്ളത്. വൈദ്യുതി ലഭിക്കാത്തതിനാൽ 5 വീടുകളിൽ മാത്രമാണ് താമസക്കാർ എത്തിയത്. മറ്റൊരു നിവൃത്തിയുമില്ലാത്തതിനാലാണ് കത്തുന്ന ചൂടിലും ഈ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. രാത്രിയായാൽ മെഴുകുതിരി വെട്ടത്തിലാണ് ഇവരുടെ ജീവിതം. ഒരു പാക്കറ്റ് മെഴുകുതിരി കത്തിത്തീരും വരെയാണ് +2-നടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന സമയം. വയോധികരായ രോഗികളടക്കമുള്ളവർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. തൊട്ടടുത്തുവരെ വൈദ്യുതി പോസ്റ്റ് എത്തി നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് വൈദ്യുതി ലൈൻ സ്ഥാപിക്കാൻ ഫണ്ടില്ലെന്നും പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നുമാണ് KSEBയുടെ വിശദീകരണം. നിരന്തരം പരാതി നൽകിയതോടെ കളക്ടർ ഇടപെട്ട് ഇവർക്ക് വൈദ്യുതി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ നടപടി ഒന്നുമായില്ല. KSEB പറഞ്ഞ് പഞ്ചായത്തിൽ പറഞ്ഞ് മെമ്പറെ പറഞ്ഞ് ലാസ്റ്റ് നിവേദനം കളക്ടർക്ക് കൊടുത്ത് കളക്ടർ ഉത്തരവായതാണ്. KSEBക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഫണ്ട് വന്നിട്ടില്ല, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടിയില്ല, അതൊക്കെയാണ് പറയണത് അവര്. 3 ഞങ്ങൾക്ക് 4-5 പിള്ളേർ പഠിക്കണമായിരുന്നു. വാർഡ് മെമ്പറും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. തങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുന്നവർക്കായിരിക്കും ഇത്തവണ വോട്ട് ചെയ്യുക എന്നും ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുമാണ് ഇവരുടെ തീരുമാനം. ഞങ്ങൾക്ക് കറണ്ട് വേണം, നിർബന്ധമായിട്ടും കറണ്ട് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ പോകൂല, ഒരാൾക്ക് വോട്ട് ചെയ്യൂല. കറണ്ട് കിട്ടിയേ തീരുള്ളൂ. ഞങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥി ആയാലും കറണ്ട് തരണ ആരോ അത് തന്നെയല്ല ഏത് സ്ഥാനാർത്ഥിക്കായാലും. ഇപ്പൊ ഞങ്ങൾ പിന്നെ പാർട്ടിന്നൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വികസനത്തെക്കുറിച്ച് വാ തോരാതെ പ്രസംഗിക്കുന്നവർ ഈ കുടുംബങ്ങളുടെ ദുരിതം കാണണമെന്നാണ് ഇവരുടെ അപേക്ഷ. TCV തൃശൂർ. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി. ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്ത് തള്ളുന്ന സംഘങ്ങൾ ഇവിടെ സജീവമാണ്. 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പെരുമ്പുഴ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട്. മദ്യക്കുപ്പികൾ, കവറുകളിലാക്കി കൊണ്ടുവന്ന് തള്ളുന്ന മറ്റു മാലിന്യങ്ങൾ, കെട്ടിടങ്ങൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ, പൂക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടങ്ങിയവയും ധാരാളമായി ഈ മേഖലയിൽ തള്ളുകയാണ്. മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിലായാണ് പെരുമ്പുഴ പാടശേഖരം സ്ഥിതി ചെയ്യുന്നത്. കൈവരികൾ തകർന്ന പാലത്തിന്റെ കീഴെ പെരുമ്പുഴ കനാലിലും വേസ്റ്റുകൾ നിറയുകയാണ്. പാടശേഖരത്തിന്റെ തുടക്കത്തിൽ പോലീസ് സ്ഥാപിച്ച 2 ക്യാമറകളുണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല. ഒരു ക്യാമറ ഒടിഞ്ഞു വീണ് കിടന്നിട്ട് നാളുകളേറെയായി. പോലീസ് ഈ പ്രദേശങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇവിടെ മാസങ്ങളായി ഒടിഞ്ഞു വീണ് കിടക്കുന്ന ക്യാമറ. ക്യാമറകൾ സ്ഥാപിച്ചതിലും ആലോചനക്കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോഴുള്ള ക്യാമറ പാടത്തിന്റെ തുടക്കത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മാലിന്യങ്ങൾ തള്ളുന്നത് റോഡിന്റെ മധ്യഭാഗത്തായാണ്. അവിടെ ക്യാമറയില്ലാത്തത് മാലിന്യം തള്ളലുകാർക്ക് സൗകര്യമാവുകയാണ്. പാടശേഖരത്തിന്റെ മധ്യഭാഗത്തും ക്യാമറ സ്ഥാപിച്ച് അവ നിരീക്ഷിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പോലീസ് കാര്യക്ഷമമായി നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് തൃശൂർ. അവധിക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പല കേന്ദ്രങ്ങളും പോരായ്മയുടെ നടുവിലാണ്. തൃശൂർ വിലങ്ങൻ കുന്നും ഇതിൽ നിന്നും വിഭിന്നമല്ല. ജില്ലയിലെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് വിലങ്ങൻകുന്ന്. ഒട്ടേറെ വിനോദസഞ്ചാരികൾ അവധിക്കാലത്തും അല്ലാതെയും എത്തിച്ചേരുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ വലിയ ഒരു കടമ്പ തന്നെയാണ്.
റോഡ് തന്നെയാണ് ഇവിടെയും പ്രധാന വില്ലൻ. ഇങ്ങോട്ടേക്ക് എത്തുന്നവർ ആദ്യം കടക്കേണ്ടത് പുനർനിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന തൃശൂർ കുന്നംകുളം സംസ്ഥാന പാത. ഇനി ഇത് കടന്നെത്തിയാൽ തന്നെ തുടങ്ങുകയാണ് പ്രധാന പാതയിൽ നിന്ന് വിലങ്ങൻകുന്നിലേക്കുള്ള ദുരിതയാത്ര. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കുണ്ടും കുഴിയതായിട്ട് വെക്കേഷനായി അപ്പോൾ എല്ലാവരും വരണ്ടാണ്. ഭയങ്കര മോശമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്ര ദൂരം നടന്നു വരാനും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? വളരെ മോശം. കുട്ടികളെയും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് റോട്ടിൽ. കാരണം നമ്മൾ കാറിലൊക്കെ കയറി വരുമ്പോഴേ നല്ലോണം കുണ്ടും കുഴിയൊക്കെയാണ്. കൂടുതൽ കുട്ടികളെ എല്ലാവരും വിനോദസഞ്ചാരത്തിനായിട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ഏരിയയാണ്. നല്ല അന്തരീക്ഷം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് സംരക്ഷിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഇത്രയും നല്ലൊരു സ്പോട്ട് നശിപ്പിക്കരുതെന്ന്. ടാറിങ്ങിളകി കുണ്ടും കുഴിയുമായ റോഡിലൂടെയുള്ള വാഹന കാൽനട യാത്ര ഒരുപോലെ ദുരിതമാണ്. കുറേ വണ്ടി അത്യാവശ്യം വരുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാർ സഞ്ചാരികൾ വരുന്നുണ്ട്. പക്ഷേ റോഡ് അവസ്ഥ വളരെ മോശമാണ്. കാരണം ആകെ കുണ്ടും കുഴിയും ആയിട്ട്, പിന്നെ അത് കയറ്റായ കാരണം നമുക്ക് വണ്ടി ഇവിടെ എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ വെക്കേഷൻ ആവാനാണ് പോണത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടം വരാൻ തന്നെ മടിക്കുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. പൊട്ട റോഡാ, കുറേ കാലമായി. കുണ്ടും കുഴി കുറേ വർഷങ്ങളായി. യാത്രക്കാർ കുറവ് പറഞ്ഞാൽ വണ്ടി ചാട്ടം തന്നെ, തണ്ടലുവേനയാ, കംപ്ലൈൻ്റ് ആണ്ട് ഓട്ടം കുറവ് പറഞ്ഞാൽ വരാൻ ഒരു മടിയാ. എന്തോ റോഡ് പെട്ടെന്ന് നന്നാക്കുക. അവധി ദിവസങ്ങളിൽ പോലും സഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞതോടെ വകുപ്പിന്റെ വരുമാനത്തെയും ഒപ്പം ഇവിടുത്തെ കച്ചവടത്തെയും കാര്യമായി തന്നെ ബാധിച്ചു. റോഡ് വളരെ മോശമാണ്. കച്ചവടമൊന്നുമില്ല. പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ബാക്കി വരികയാണ്. അവധിക്കാരൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ആൾ വന്നില്ലെങ്കിൽ കച്ചവടമൊക്കെ കുറവായ ഭയങ്കര കഷ്ടമാണ്. അത് നല്ലോണം പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ പാർക്കൊക്കെ ഇപ്പം ഇല്ല. അതും ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ പാർക്കിന് പുറമെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ 3D തിയേറ്ററും അനുബന്ധ പാർക്കും കരാർ പുതുക്കാതെ നിർത്തി. എന്നിരുന്നാലും അടാട്ട് പഞ്ചായത്തിന്റെ കീഴിലുള്ള കേവലം 2.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡ് സഞ്ചാരയോഗ്യമായാൽ തന്നെ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തും. അതിനു വേണ്ടത് അധികാരികളുടെ ഇടപെടലാണ്. ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അവിടേക്കുള്ള റോഡ് നന്നാവുക എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നവും റോഡിൻ്റെ ദുരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഇതിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരും ഡ്രൈവേഴ്സും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വിലങ്ങൻകുന്നിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അബ്ജിത്ത് തലച്ചിറ, TCV. ക്രൈസ്തവരുടെ ജീവനും ജീവിതത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് ഇരിങ്ങാലക്കുട രൂപത. സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും കതിരും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന പ്രബുദ്ധരാണ് ക്രൈസ്തവരെന്നും രൂപത മുഖപത്രമായ കേരള സഭ ഏപ്രിൽ അക്കത്തിലെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. പണവും പ്രലോഭനങ്ങളും നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനും ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കോടികൾ വാഗ്ദാനം ചെയ്ത് ജനപ്രതിനിധികളെ വിലയ്ക്ക് വാങ്ങി സർക്കാരുകളെ സൃഷ്ടിക്കപ്പെടുന്നതും ആവർത്തിക്കപ്പെടുന്ന അപഹാസ്യമായ നാടകങ്ങളാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അധികാരത്തിന്റെ പച്ചപ്പ് തേടി പാർട്ടി മാറുന്നവർ കൂടി വരുന്നതും അപകടകരമായ നീക്കങ്ങളാണ്. ഇന്ത്യയുടെ ജനാധിപത്യം, ഭരണഘടന, മതസ്വാതന്ത്ര്യം, ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് എന്നിവ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയുമെന്ന ആദ്യത്തെ തട്ടകം തൃശൂർ ശക്തന്റെ തട്ടകമായിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് ALP സ്കൂളിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിലെ ചില അധമ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ താൻ കീഴ്പ്പെട്ടു പോയതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. BJP വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, A. നാഗേഷ്, അരുൺ പന്തല്ലൂർ, നാരായണൻകുട്ടി എടത്ത് എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഫ്ലക്സ് ബോർഡ് കത്തിച്ചതായി പരാതി. കുണ്ടുകാട് സെന്ററിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സാണ് കത്തി നശിപ്പിച്ചത്. UDF പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. രമ്യ ഹരിദാസിന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കൺവെൻഷനുകൾ പൂർത്തിയായി. സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നിയോജക മണ്ഡലത്തിലെ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു. അച്ഛനും മകളും ജയിലിൽ പോകാതിരിക്കാൻ എത്ര കുതന്ത്രങ്ങൾ മെനഞ്ഞാലും തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ K. മുരളീധരനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ചുട്ട മറുപടി നൽകുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP. മണലൂർ നിയോജകമണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM BJP അന്തർധാര തൃശൂരിൽ വില പോകില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. മണലൂർ നിയോജകമണ്ഡലം UDF ചെയർമാൻ PA മാധവൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ അഡ്വക്കേറ്റ് ഷാജി കോടൻകണ്ടത്ത്, CC ശ്രീകുമാർ, അസ്കർ അലി തങ്ങൾ, KK ബാബു, PK രാജൻ, CJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു.
കോൺഗ്രസിൽ നിന്ന് പോകുന്നവർ കരഞ്ഞും കണ്ണു നിറഞ്ഞുമാണ് പോകുന്നതെന്നും ലീഡറുടെ ഫോട്ടോ ബിജെപിയുടെ പ്രചരണ ബോർഡിൽ വയ്ക്കുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നും മുൻ എംഎൽഎ ശോഭന ജോർജ് പറഞ്ഞു. എൽഡിഎഫിന്റെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ശോഭന ജോർജ് എഴുതിയ 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിന്റെ പ്രകാശനം തൃശൂർ പ്രസ് ക്ലബിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ലീഡർ ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്നും ശോഭന ജോർജ് ചൂണ്ടിക്കാട്ടി. എൽഡിഎഫ് സംസ്ഥാനത്ത് 20 സീറ്റിൽ വിജയിച്ചു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സ്ത്രീകൾക്ക് കൂടുതൽ അംഗീകാരം ഇടതുപക്ഷത്തു നിന്ന് ലഭിക്കുന്നുവെന്നത് സ്വാഗതാർഹമാണെന്നും പുതിയ തലമുറ മത്സര രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് ആഗ്രഹമെന്നും ശോഭന ജോർജ് പറഞ്ഞു. ശോഭന ജോർജിന്റെ കുടുംബത്തിലെ 7 സ്ത്രീകളാണ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള റീൽസിൽ പങ്കെടുത്തിരിക്കുന്നത്. വലപ്പാട് ബ്രഹ്മ തേജോമയം ക്ഷേത്രം തിടപ്പള്ളിയിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 സ്ത്രീകൾക്ക് പൊള്ളലേറ്റു. വലപ്പാട് ബീച്ച് സ്വദേശികളായ പുളിക്കൽ വീട്ടിൽ ഷൺമുഖൻ, ഭാര്യ രമണി, വളവത്ത് വീട്ടിൽ മാധവൻ, ഭാര്യ വിലാസിനി എന്നിവർക്കാണ് പൊള്ളലേറ്റത്. കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള ബ്രഹ്മ തേജോമയം ക്ഷേത്ര തിടപ്പള്ളിയിൽ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. പൂജാ ചടങ്ങുകൾക്കുള്ള ആവശ്യങ്ങൾക്കായി തിടപ്പള്ളി തുറക്കാനെത്തിയതായിരുന്നു ഇരുവരും. വാതിൽ തുറന്ന് ആദ്യം അകത്തു കയറിയത് രമണിയായിരുന്നു. ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ട ഇവർ ഇക്കാര്യം പുറത്ത് വാതിൽക്കൽ നിൽക്കുകയായിരുന്ന വിലാസിനിയോട് പറഞ്ഞു. വിലാസിനി മുറിക്കുള്ളിലെ ബൾബ് കത്തിക്കാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് തീ ആളിപ്പടരുകയായിരുന്നു. തീ ദേഹത്തേക്ക് പടർന്നയുടൻ രമണി പുറത്തേക്ക് ഓടി. സമീപത്തെ ക്ഷേത്രകുളത്തിലേക്ക് ചാടി ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. തൊട്ടു പിന്നാലെ ഇവർ കരയ്ക്ക് കയറുകയും ചെയ്തു. ഇതിനിടെ തിടപ്പള്ളിയുടെ ജനലും വാതിലും പൊട്ടിത്തെറിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ഇരുവരെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ശരീരത്തിൽ 70% പൊള്ളലേറ്റ രമണിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. കാഞ്ഞാണി ശ്രീ ശങ്കര ഷെഡിന് സമീപം മദ്യലഹരിയിൽ അച്ഛനെയും അമ്മയെയും മകൻ കുത്തി പരിക്കേൽപ്പിച്ചു. അമ്പലക്കാട് സ്വദേശി കുറ്റിക്കാട്ടിൽ കുട്ടൻ ഭാര്യ ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട മകൻ ഡിജിത്ത് അന്തിക്കാട് പോലീസിന്റെ പിടിയിലായി. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ലിജിത്ത് അച്ഛനുമായി വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ അടിപിടിയിലാണ് കുട്ടന് കുത്തേറ്റത്. പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിനിടെ അമ്മ ലതയ്ക്കും കുത്തേൽക്കുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ലിജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ കുട്ടനെയും ലതയെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചലച്ചിത്ര താരവും മുൻ എംപിയുമായ ഇന്നസെന്റിന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. രാവിലെ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ ദിവ്യബലിയിൽ ഇന്നസെന്റിന്റെ ഭാര്യ ആലീസ്, മകൻ സോണറ്റ്, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അദ്ദേഹത്തെ സംസ്കരിച്ചിരുന്ന കിഴക്കേ പള്ളിയിലെ സെമിത്തേരിയിലെത്തി കുടുംബാംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. ഇന്നസെന്റിന്റെ ഓർമ്മദിനത്തിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കാൻ കല്ലറയിലെത്തിയത് നിരവധി പൗരപ്രമുഖർ. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, UDF സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ, മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ എന്നിവർ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. മന്ത്രി ഡോക്ടർ R. ബിന്ദു ഇന്നസെന്റിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ഓട്ടോറിക്ഷയുടെ ബാറ്ററി മോഷണം പോയി. മരത്തങ്കോട് മുച്ചിരിപ്പറമ്പിൽ രാജന്റെ ഓട്ടോറിക്ഷയുടെ ബാറ്ററിയാണ് മോഷണം പോയത്. ചിപ്സ് കച്ചവടം നടത്തുന്ന രാജൻ വീടിനോട് ചേർന്നാണ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നത്. രാവിലെ ചിപ്സ് കച്ചവട ആവശ്യത്തിനായി വാഹനം എടുക്കാൻ വന്നപ്പോഴാണ് ബാറ്ററി മോഷണം പോയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഗ്രില്ലുകൾ അറുത്ത് മുറിച്ച് മാറ്റിയാണ് ബാറ്ററി മോഷ്ടിച്ചിട്ടുള്ളത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേരള കലാമണ്ഡലത്തിൽ നിന്നും വൻതോതിൽ സ്കാർപ്പ് ലേലമോ മറ്റ് അനുമതികളോ വാങ്ങാതെ കടത്തിക്കൊണ്ടുപോയി ലക്ഷങ്ങൾ അഴിമതി നടത്തുന്നതായി ആരോപണം. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കലാമണ്ഡലത്തിലെ എല്ലാ ഗേറ്റുകളിലും സെക്യൂരിറ്റി ചെക്കിംഗ് സംവിധാനവും ക്യാമ്പസ് മുഴുവൻ CCTV ക്യാമറകളും ഉണ്ടായിരിക്കെ കലാമണ്ഡലത്തിലെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെയാണ് ഈ കൊള്ള നടക്കുന്നതെന്നാണ് ആരോപണം. വിഷയവുമായി ബന്ധപ്പെട്ട് VC തന്നെ നേരിട്ട് അന്വേഷണം നടത്തണമെന്നും ഇത് സംബന്ധിച്ച് വകുപ്പ് മേധാവികൾക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുമെന്നും PI ഷാനവാസ് പറഞ്ഞു. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ അറിയിച്ചു. വലിയ പണ്ട് കാലത്ത് അവിടെ ജലസൗകര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന, കുടിവെള്ളത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ പൈപ്പുകൾ നിരന്തരമായി കലാമണ്ഡലത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു പതിവാക്കിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അതുവഴി കലാമണ്ഡലത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജീവനക്കാർ പല ആളുകൾക്കും ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കലാമണ്ഡലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി അതിനെ എത്രത്തോളം മുടിക്കാൻ പറ്റുമോ അത്രത്തോളം ഈ ഭരണസമിതിയും ആളുകളും കൂടി മുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
രാജ്യത്തെ പൗരന്മാരെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന CAA ഇന്ത്യൻ ജനത അംഗീകരിക്കില്ലെന്നും വിഭജന നിയമം പിൻവലിക്കും വരെ തെരുവിൽ പോരാട്ടം തുടരുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ പറഞ്ഞു. CAA പിൻവലിക്കുക എന്ന ആവശ്യമായി വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK അസ്ലം അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സണ്ണി M കപ്പിക്കാട്, P ബാലചന്ദ്രൻ MLA, സോയ ജോസഫ്, PJ മോൻസി എന്നിവർ പങ്കെടുത്തു. അതിരപ്പള്ളി വെറ്റിലപ്പാറ സ്വദേശി അത്തിക്കൽ എബ്രാഹാം എന്ന കുഞ്ഞു കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ തന്നെ വിളിപ്പേരിലുള്ള കുഞ്ഞു നെൽവിത്തിന്റെ പേറ്റന്റ് കാർഷിക സർവകലാശാലയിലെ CRLC എന്ന ഉദ്യോഗസ്ഥ തട്ടിയെടുത്തതായി പരാതിക്കാരന്റെ മരുമകൻ KP കുര്യൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുഞ്ഞു നെൽവിത്തിന്റെ പേറ്റന്റ് തട്ടിയെടുത്ത സംഭവത്തിൽ കാർഷിക സർവകലാശാല ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു. 1984 വരെ തൊടുപുഴയിൽ താമസിച്ചു വന്ന എബ്രഹാം 65-68 കാലഘട്ടത്തിൽ 3 വർഷത്തെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് പുതിയ ഇനം നെൽവിത്ത് കണ്ടുപിടിച്ചത്. 7 വർഷം മുൻപ് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതിനു വേണ്ടി കാർഷിക സർവകലാശാലയിലെ വിത്തുകൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അംഗീകാരം കൊടുക്കാൻ ചുമതലയുള്ള LC എന്ന ഉദ്യോഗസ്ഥയെ സമീപിച്ചത്. ഇവർ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് കുഞ്ഞു നെൽവിത്തിന്റെ പേറ്റന്റ് LCയുടെ പേരിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുമായ അശോക് അടിയന്തരമായി അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൃഷി വകുപ്പ് ഡയറക്ടർ രേഖാമൂലം കത്ത് നൽകിയെങ്കിലും 22 മാസമായിട്ടും അന്വേഷണം നടത്തിയിട്ടില്ലെന്നും ഒരു മറുപടിയും ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും പരാതിക്കാരൻ പറഞ്ഞു. സംഭവം അട്ടിമറിക്കാനുള്ള നീക്കമാണ് അന്വേഷണം വൈകിപ്പിക്കുന്നതിന് പിന്നിലെന്നും പരാതിക്കാരൻ ആരോപിച്ചു. SYS പട്ടാമ്പി സോൺ നടത്തുന്ന ഇഫ്താർ ഗൈമ നോമ്പുതുറ സമയത്തുള്ള യാത്രക്കാർക്ക് അനുഗ്രഹമായി. മേഖലയിലെ തിരഞ്ഞെടുത്ത SYS യൂണിറ്റുകളിൽ നിന്നും തയ്യാർ ചെയ്ത് കൊണ്ടുവരുന്ന വിഭവങ്ങളാണ് യാത്രക്കാർക്ക് SYS പ്രവർത്തകരും സാന്ത്വനം വളണ്ടിയർമാരും ചേർന്ന് വിതരണം നടത്തുന്നത്. പട്ടാമ്പിയിലെ വിവിധ മേഖലകളിൽ SYSന്റെ നേതൃത്വത്തിൽ റോഡരികിൽ ടെന്റുകൾ സ്ഥാപിച്ച് നോമ്പുതുറ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. SYS പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി KT ഉസ്മാൻ സക്കാഫി, ഫിനാൻസ് സെക്രട്ടറി UA റഷീദ് അസ്ഹരി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. കുടുംബശ്രീ ഫെലിസിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണാനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ ലെൻസ്വെഡ് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ അതിജീവന സമരം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കുടുംബശ്രീ പ്ലാൻ സെന്ററുകൾ നിർത്തലാക്കുക, ലൈസൻസികളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുക, സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷന്റെ മാന്യത തകർക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തും. രാവിലെ 10-ന് പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആശിഷ് ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന ധർണ റിട്ടയർഡ് ജില്ലാ ടൗൺ പ്ലാനർ PA ഗോപി ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി TV നിമൽ, ജില്ലാ ട്രഷറർ പോൾ ജോർജ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആശിഷ് ജേക്കബ്, കൺവീനർ TC ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CSB ബാങ്കിലെ തട്ടേൽ ബ്രാഞ്ചിലെ താൽക്കാലിക ജീവനക്കാരിയായ ലളിതയെ അന്യായമായി പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച CSB ഹെഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം A. സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. BEFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി വിനീത, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജെറിൻ K. ജോൺ, BEFI ജില്ലാ വൈസ് പ്രസിഡന്റ് ജയരാജൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനമുന്നേറ്റ യാത്ര ഏപ്രിൽ 2-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പരമ്പരാഗത തൊഴിലാളിയായ വിശ്വകർമ്മജരുടെ തൊഴിലുകൾ സംരക്ഷിക്കുക, അപ്രൈസർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സമാപന ദിവസമായ ഏപ്രിൽ 2-ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിശ്വകർമ്മജർ അണിനിരക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണയോടെ ജനമുന്നേറ്റ യാത്ര സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TR മധു, ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ, ജില്ലാ പ്രസിഡന്റ് VD ജോബി, സെക്രട്ടറി സതീഷ് മരോട്ടിക്കൽ, മനോജ് മച്ചാട് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്തിലെ ജീവനക്കാരും ജനപ്രതിനിധികളും ഇഫ്താർ സംഗമം നടത്തി. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് സെക്രട്ടറി ഗിരിജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാക്ക് പുഴങ്കരയില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
പുലഴി ശ്രീ അയ്യപ്പ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി. പുലഴി തെക്ക് ദേശം ബ്രിഡ്ജ് വോയ്സ് ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിങ്കാരിമേളം, പൂക്കാവടി, തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ കാവടി മഹോത്സവം നടന്നു. മാളയിൽ നിർത്തിയിട്ടിരുന്ന കാർ നിയന്ത്രണം വിട്ട് തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി. റോഡിന്റെ എതിർദിശയിലേക്കുള്ള കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയുടെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചാലക്കുടി പരിയാരത്ത് ഗൃഹനാഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട മൂത്തമകൻ പോൾ വർഗീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിയാരം തവളപ്പാറ പോട്ടോക്കാരൻ 54 വയസ്സുള്ള വർഗീസിനെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വീടിനകത്ത് വീണ് ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെയാണ് വർഗീസ് മരിച്ചത്. കോണിയിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ് ബന്ധുക്കൾ ആശുപത്രിയിൽ പറഞ്ഞത്. എന്നാൽ അസുഖബാധിതനായ വർഗീസിന് തനിച്ച് കോണി കയറാൻ കഴിയില്ല എന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. കസ്റ്റഡിയിലായപ്പോഴും പിതാവ് വർഗീസും തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടാകാറുണ്ടെന്നും പരിസരവാസികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ കൊടും ചൂട്, താപനില 40 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നേക്കുമെന്ന മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പെരുമ്പലാവ് പട്ടാമ്പി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ പൊട്ടി റോഡ് നെടുകെ പിളർന്നു. തൃത്താല പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് വൻ ശബ്ദത്തോടെ തകർന്നത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പിങ്ക് കഫേ കാരവൻ മാറ്റാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിലെ ഉത്തരവ് പാലിച്ചാണ് കളക്ടറുടെ നടപടി. നടത്തറയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ മിനി ലോറി ഇടിച്ച ഒരാൾ മരിച്ചു. മിനി ലോറിയിലെ ക്ലീനർ ജാർഖണ്ഡ് സ്വദേശിയാണ് മരിച്ചത്. അപകടത്തിൽ മിനി ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുത്തൻചിറ പുളിയലക്കുന്നിൽ 1 വർഷമായി വൈദ്യുതിയില്ലാതെ 5ഓളം കുടുംബങ്ങൾ. ഇനിയും പരിഹാരമുണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴപ്പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി. അടിസ്ഥാന സൗകര്യ വികസനങ്ങളെത്താതെ വിലങ്ങൻകുന്ന് വിനോദസഞ്ചാര കേന്ദ്രം. പോരായ്മകൾ പരിഹരിക്കാൻ അവധിക്കാലത്ത് അധികൃതരുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.